വൈൽഡ് കാർഡ്സ് വരാൻ പോവുകയാണോ? അതും പഴയ ഒരാളാണോ പുതിയ ഒരാളാണോ? അപ്പാനി ശരത്താണോ റീ എൻട്രി ആയിട്ട് വരാൻ പോകുന്നത്? എല്ലാം പറയാം. ഡേ 46 ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഫസ്റ്റ് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യം നമുക്ക് വൈൽഡ് കാർഡ്സിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അറിയാവുന്ന ഒരു വിവരം, വൈൽഡ് കാർഡ്സ് അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം ഉണ്ടാകുമോ ഇല്ലയോ എന്നത്. ഓക്കെ, ഒരു വൈൽഡ് കാർഡ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ മലയാളം ബിഗ് ബോസിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സംഗതിയാകും നടക്കാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഹിന്ദി ബിഗ് ബോസിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ആരാണ് ഇനി വൈൽഡ് കാർഡ്സായിട്ട് വരാൻ പോകുന്നത്, അതുപോലെ തന്നെ ആളുടെ പേര് എന്താണ്, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം തന്നെ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്വിസ്റ്റ് പൊളിച്ച പോലെയാകും. അതുകൊണ്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതെന്തായാലും ഏകദേശം കൺഫേം ആവട്ടെ, എന്നിട്ട് ഞാൻ വന്നിട്ട് അത് പറയാം. ഓക്കെ, അതൊരു ഉഗ്രൻ ട്വിസ്റ്റാണ്. ആ ഉഗ്രൻ ട്വിസ്റ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഹിന്ദി ബിഗ് ബോസൊക്കെ എല്ലാവരും കാണുന്നവരായിരിക്കും അല്ലേ? ഹിന്ദി ബിഗ് ബോസൊക്കെ കാണുന്നവർക്കറിയാം. ഹിന്ദി ബിഗ് ബോസിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ ഞാനിവിടെ പറയാം. നമ്മുടെ മത്സരാർത്ഥികളുടെ വൈഫ്, അതുപോലെ തന്നെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അവരുടെ എക്സിനെ, അല്ലെങ്കിൽ അവരുടെ പഴയ കണ്ടസ്റ്റൻസിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഹിന്ദി ബിഗ് ബോസിനകത്ത് നടക്കാറുണ്ടെന്നല്ല, നടന്നിട്ടുണ്ട്. ഓക്കെ, ഹിന്ദി ബിഗ് ബോസൊക്കെ കാണുന്നവർക്കറിയാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ വന്നാൽ എങ്ങനെയിരിക്കും? പൊളിയായിരിക്കില്ലേ? അതുപോലൊരു സംഭവമാണോ വരാൻ പോകുന്നത്? നമുക്ക് നോക്കാം. അതെന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. ഞാനൊരു കോഡ് പറയാം. നിങ്ങൾ ഈ കോഡ് എവിടെയെങ്കിലും നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കാം. ഈ കോഡ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ കോഡ് എല്ലാവരും മറക്കാതെ എഴുതി വെച്ചേക്കുക. നിങ്ങൾ ഈ കോഡ് വെച്ചിട്ട് ആരാണ് വരാൻ പോകുന്നത്, അതുപോലെ തന്നെ അവരുടെ പേരെന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഊഹാഭോഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കോഡ് മറക്കാതെ എഴുതി വയ്ക്കുക. കോഡ് ഞാൻ പറയാം. കോഡ് ഇതാണ്: പഴയതുമാണ് എന്നാൽ പുതിയതുമാണ്. ഇതാണ് കോഡ്. ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. നോക്കട്ടെ എത്ര പേർക്ക് ബുദ്ധി ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ, എത്ര പേർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ് കേട്ടോ. ഒരാളല്ല, ഒന്നിലധികം വൈൽഡ് കാർഡ്സ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. അവർ 50ാമത്തെ ദിവസത്തിലല്ല വരാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഒന്നല്ലെങ്കിൽ ചൊവ്വാഴ്ച, അതായത് അടുത്ത ചൊവ്വാഴ്ച, അല്ലെങ്കിൽ ബുധനാഴ്ച. ഈ 2 ദിവസങ്ങളിലായിരിക്കും നമുക്കവരെ പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും, അതായത് ചൊവ്വ ബുധൻ, ഈ 2 ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കവരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ആഴ്ച ഒരു വീക്ക്ലി ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുകയാണെന്ന് അറിയുന്നുണ്ട്. കോടതി ടാസ്ക് ആണെന്നാണ് കേട്ടത്. നമ്മുടെ ഡോക്ടർ റോബിൻ വരുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം എന്തായിരിക്കും ടാസ്ക് എന്നൊക്കെ ഉള്ളത്. ഡോക്ടർ റോബിൻ വരുമോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാവുന്നതാണ്. ചിലപ്പോൾ ഈ ടാസ്കിൻ്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന വൈൽഡ് കാർഡ്സിനെ കയറ്റി വിടാനും ചാൻസ് ഉണ്ട്. അങ്ങനെയും ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അടിപൊളിയായിരിക്കും അല്ലേ? നോക്കാം. വരുന്ന ആൾ ആരാണ് എന്നത് പിന്നെ പറയാം. അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് നടന്നാൽ ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ആകാൻ പോകുന്നത്. ഒരു നാഴികക്കല്ലാകാൻ പോകുന്നതല്ല, ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് റീ എൻട്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 49ാം ദിവസം അല്ലെങ്കിൽ 50ാമത്തെ ദിവസം ഒരു റീ എൻട്രി ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അത് വീക്കെൻഡ് എപ്പിസോഡിലാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലാണോ ഞായറാഴ്ചത്തെ എപ്പിസോഡിലാണോ എന്ന് കൺഫേം ആയിട്ട് ഞാൻ പറയാം. എന്തായാലും 50ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 49ാമത്തെ ദിവസമോ ഒരു റീ എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അപ്പാനി ശരത്തിൻ്റെ പേരാണ് കേൾക്കുന്നത്, വേറെ ആരുടെയും പേര് കേൾക്കുന്നില്ല. ഓൾമോസ്റ്റ് അങ്ങനെയാണ് കേൾക്കുന്നത്, ഓൾമോസ്റ്റ് കൺഫേം ആയിട്ട് അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പാനി ശരത്താണ് റീ എൻട്രി ആയിട്ട് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പാനി ശരത്ത് റീ എൻട്രി ആയിട്ട് കയറി വന്നാൽ എങ്ങനെയിരിക്കും? പൊളിയായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും അപ്പാനി ശരത്തിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്, വേറെ ആരുടെയും പേര് കേൾക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പാനി ശരത്ത് ആയിരിക്കുമോ, അതോ RJ ബിൻസി ആയിരിക്കുമോ, അതോ ഇനി നമ്മുടെ ശൈത്യ ആയിരിക്കുമോ, അതോ ശാരിക ആയിരിക്കുമോ, അതോ മുൻഷി രഞ്ജിത്ത് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ആരുമല്ല, അതായത് മസ്താനിയും അല്ല പ്രവീണും അല്ല, അത് ഞാൻ കൺഫേം പറയാം. അവർ 2 പേരും അല്ല.
അത് ഇനി അവരുടെ പേര് പിടിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കരുത് മസ്താനിയാണോ പ്രവീണാണോ. പ്രവീണും മസ്താനിയും ഒന്നും അല്ല വരാൻ പോകുന്നത്, അപ്പാനി ശരത്ത് തന്നെയാണെന്നാണ് അറിയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.